Hi everyone, welcome back to another video. Hope everyone is doing good. ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട്. ഞാനൊരു ഒരു സ്മോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ത്രൂ ഇൻസ്റ്റഗ്രാം. ക്യാൻഡിൽ ബിസിനസ്സാണ്. മെലോവ ക്യാൻഡിൽസ് എന്നാണ് പേജിൻ്റെ പേര്. സോ നമ്മൾ മെയിനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പം ലൈക്ക് റിട്ടേൺ ഗിഫ്റ്റ്സ് ആയിട്ടാണ്. ബാപ്റ്റിസം അതുപോലെ വെഡ്ഡിങ് ഒക്കെ വരുന്നവർക്ക് റിട്ടേൺ ഗിഫ്റ്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുമല്ലോ. സോ അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ഈ കാണുന്ന എല്ലാവരും ഇതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ചെറിയ ബിസിനസ്സിനെയും സപ്പോർട്ട് ചെയ്യണം. ഞാൻ പേജിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാനിവിടെ ഷെയർ ചെയ്തേക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ റീപർച്ചേസ് ചെയ്ത കുറച്ച് ബോഡി കെയർ ആൻഡ് ഹെയർ കെയർ പ്രൊഡക്ട്സിനെ പറ്റിയാണ്. ഇതിന് മുന്നേ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്ത കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആയിരുന്നു, റീപർച്ചേസ് ചെയ്ത സ്കിൻ കെയർ പ്രൊഡക്ട്സ്. സോ ആദ്യം തന്നെ ഞാൻ ഹെയർ കെയറിൽ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് എനിക്ക് കാണിക്കാനുള്ള ഷാംപൂ ആൻഡ് കണ്ടീഷണർ ഇതാണ്. ലോറിയൽ പാരസിൻ്റെ ഹൈലറൂൺ മോയ്സ്ചർ ഷാംപൂ, 72 hour മോയ്സ്ചർ ഫില്ലിംഗ് ഷാംപൂ. അതിൻ്റെ തന്നെ സെയിം കണ്ടീഷണറും കൂടെ. ഈ രണ്ട് പ്രൊഡക്റ്റാണ്. ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് പർച്ചേസ് ആണ്. ഞാൻ ആക്ച്വലി ഹെയർ കെയറിൽ വരുമ്പം ഭയങ്കര സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരാളല്ല. ലൈക്ക് ഞാൻ എപ്പോഴും ചേഞ്ച് ചെയ്യുന്നുണ്ടിരിക്കും. ഇപ്പം ഈ ഒരു ട്യൂബ് തീർന്നാൽ ചിലപ്പോൾ ഞാൻ അടുത്ത് ഈ ട്യൂബ് തന്നെ മേടിക്കണമെന്ന് നിർബന്ധമില്ല. വേറൊരു ബ്രാൻഡിൻ്റെ വേറെ ഏതെങ്കിലും ഒരു ഷാംപൂ ആയിരിക്കും. പക്ഷെ ഞാനിപ്പം ഈ പർച്ചേസ് ചെയ്തതിൽ കുറച്ച് കൂടുതലുള്ളത് ഈ ഒരു പ്രൊഡക്റ്റും വേറൊരു ഷാംപൂ ആണ്. സോ ഇത് ഞാൻ മെയിനായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ ലൈക്ക് ഇത് നന്നായിട്ട് നമ്മുടെ ഹെയർ നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കും. അതുപോലെ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് വെക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്കാൽപ്പിൽ ബിൽഡപ്സ് ഒക്കെ ഇരിക്കുന്ന സമയത്തും അതുപോലെ അത് നമ്മുടെ സ്ട്രാൻഡ്സിലേക്ക് ഭയങ്കര മുടി കുറച്ചും കൂടെ കട്ടിയായിട്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ഷാംപൂ യൂസ് ചെയ്യുമ്പം എനിക്ക് നല്ലതായിട്ടൊരു മോയ്സ്ചറൈസേഷൻ പ്ലസ് ഒരു ഹൈഡ്രേഷൻ തരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുടി കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് വെക്കുന്ന പോലെയും തോന്നിയിട്ടുണ്ട്. സോ അത്രയേ ഉള്ളൂ ഈ ഒരു ഷാംപൂ ആൻഡ് കണ്ടീഷണറെ പറ്റി പറയാനുള്ളത്. സെക്കൻഡ് ഷാംപൂയിൽ അല്ലെങ്കിൽ ഹെയർ കെയർ പ്രൊഡക്ട്സിൽ വരുമ്പോൾ ഷാംപൂ ആൻഡ് കണ്ടീഷണർ വരുമ്പം എൻ്റെ സെക്കൻഡ് പർച്ചേസ് എന്ന് പറയുമ്പം ഈ ഒരു ഷാംപൂ ആൻഡ് കണ്ടീഷണർ ആയിരിക്കും. ഇത് വിഷ് കെയറിൻ്റെ മൾട്ടി പെപ്റ്റൈഡ് ആൻറ്റി ഹെയർ ഫാൾ ഷാംപൂ ആൻഡ് കണ്ടീഷണർ, സിലിക്കൺ ആൻഡ് പാരബൻ ഫ്രീ. സോ ഇത് ആക്ച്വലി ഇതിൽ റോസ്മേരി കഫീനും ഒക്കെ ഉണ്ട്. ഇത് ആക്ച്വലി പറയുവാണെങ്കിൽ കുറച്ചും കൂടെ മുടി നല്ല സ്മൂത്ത് ആക്കി വെക്കുന്ന പോലെ വന്നിട്ടുണ്ട്. നമ്മുടെ ഹെയർ, എൻ്റെ ഹെയർ എന്ന് പറയുമ്പോൾ കുറച്ച് വേവിയാണ്. കുളിച്ച് കഴിഞ്ഞ് നന്നായിട്ട് ഉണക്കി കഴിയുമ്പോഴത്തേനും മുടി കുറച്ചും കൂടെ സ്ട്രെയിറ്റ് ആയിട്ടും സ്മൂത്ത് ആക്കി വെക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ബിൽഡപ്സ് ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യുന്ന പോലെയും എനിക്ക് ഈ ഒരു ഷാംപൂ യൂസ് ചെയ്തപ്പം തോന്നിയിട്ടുണ്ട്. നന്നായിട്ട് ക്ലാരിഫൈ ചെയ്യുന്ന പോലെ. പക്ഷെ മുടി ഈ ഷാംപൂ യൂസ് ചെയ്യുന്ന മുടി നന്നായിട്ട് ഡ്രൈ ആക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഷാംപൂ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഇതിൻ്റെ തന്നെ സെയിം കണ്ടീഷണറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള മാസ്കോ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എക്സ്ട്രീംലി ഡ്രൈ ആയി പോകുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഹെയർ കെയർ റേഞ്ച് വരുമ്പം ഞാൻ റീപർച്ചേസ് ചെയ്തൊരു വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഇതായിരിക്കും ലോറിയൽ പാരസിൻ്റെ എക്സ്ട്രാ ഓർഡിനറി ഹെയർ സിറം. ഇത് കുറേ നാൾ നിൽക്കുന്ന ഒരു ഹെയർ സിറമാണ്. ലൈക്ക് നമ്മൾ ഒത്തിരി ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 2 or 3 ഡ്രോപ്സ് മാത്രം മതിയായിരിക്കും. നല്ലൊരു ഹെയർ സിറമാണ്. അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട്. സോ നൈക്കയുടെയൊക്കെ എന്തെങ്കിലും പിങ്ക് സമ്മർ സെയിൽ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു സെയിൽ വരുമ്പോൾ മേടിക്കുന്നതായിരിക്കും നല്ല. കുറച്ചും കൂടെ വിലക്കുറവിന് കിട്ടും. നല്ല സിറമാണ്. മുടി കുറച്ചും കൂടെ സോഫ്റ്റ് ആക്കി വെക്കാനൊക്കെ നല്ലതാണ്. എസ്പെഷ്യലി നമ്മൾ മുടി കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നനഞ്ഞ മുടിയിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. അതിനുശേഷം പിറ്റേ ദിവസം മോർണിംഗിലും ഇതൊന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുടി കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടും ഫ്രിസ് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ കിടക്കുന്നതിന് മുന്നായിട്ടൊക്കെ ആണെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഫ്രിസി ഹെയറിനൊക്കെ വളരെ ബെസ്റ്റായിട്ടുള്ളൊരു ഹെയർ സിറമായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറച്ച് മാത്രം യൂസ് ചെയ്യാൻ മതി, കുറേ നാൾ നിൽക്കുന്ന ഒരു ബോട്ടിലാണ്. ഇനി നമുക്ക് ബോഡി കെയറിലേക്ക് പോകാം. ബോഡി കെയറിൽ എനിക്ക് ഫസ്റ്റ് പറയാനുള്ള അല്ലെങ്കിൽ ഞാൻ കൂടുതലായിട്ട് റീപർച്ചേസ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ഇതായിരിക്കും. കെമിസ്റ്റ് അറ്റ് പ്ലേയുടെ ബോഡി സ്ക്രബ്, കോഫി ബ്രൗൺ ഷുഗർ എക്സ്ഫോളിയേറ്റിംഗ് ബോഡി സ്ക്രബ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. ഇത് എനിക്ക് എസ്പെഷ്യലി എൻ്റെ ഫീറ്റ് അത്യാവശ്യം ടാൻ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യും. ഒത്തിരി എനിക്ക് ഭയങ്കര ഫാസ്റ്റ് റിസൾട്ട് തോന്നിയിട്ടുണ്ട്. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പം നല്ല വേഗം റിസൾട്ട് എനിക്ക് തന്നിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഈ ഒരു സ്ക്രബ്. 3rd ബോട്ടിലായിരിക്കും. അപ്പം വീക്ക്ലി ട്വൈസ് യൂസ് ചെയ്താൽ മതിയായിരിക്കും ബോഡി സ്ക്രബൊക്കെ. അപ്പം ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എനിക്കിത്. ടാൻ റിമൂവൽ, എസ്പെഷ്യലി ടാൻ റിമൂവലും അതുപോലെ തന്നെ നമ്മുടെ
സ്ട്രോബെറി ലെഗ്സ് ഒക്കെ വരുമ്പോൾ ഇൻഗ്രോൺ ഹെയർസിനൊക്കെ ആണെങ്കിലും ഒത്തിരി സഹായിക്കുന്ന പോലൊരു എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബാണ്. അടുത്തിടെ ഞാൻ റീപർച്ചേസ് ചെയ്തൊരു ബെസ്റ്റ് ലോഷൻ ആയിരിക്കും വിഷ് കെയറിൻ്റെ HA/BHA ബോഡി ലോഷൻ. സോ ഇതിൽ HAയും BHAയും ഉണ്ട്, ബ്ലെൻഡഡ് ആണ്. സോ ഇത് ഇവർ പറയുന്ന പോലെ തന്നെ സ്മൂത്ത്, റഫ് ആൻഡ് ബംപി സ്കിൻ എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മുടെ കാലിലും കയ്യിലും ബോഡിയിലും ഒക്കെ കുറച്ച് ചിലപ്പം ആഫ്റ്റർ ഷേവിൽ ചിലപ്പം കുറച്ച് ബംസ് ഒക്കെ വരാറുണ്ടായിരിക്കും. സോ അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വളരെ സഹായിക്കുന്നതാണ്. ഗ്രാജുവലി സഹായിക്കും. വളരെ ഫാസ്റ്റ് റിസൾട്ട് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷേ ഗ്രാജുവലി നമ്മളെ സഹായിക്കുന്ന ഒരു ഹെൽപ്പ് ചെയ്യുന്നൊരു ലോഷനാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ലൈക്ക് എക്സ്ഫോളിയേറ്ററിന് ശേഷവും അല്ലെങ്കിൽ ഒരു ഷേവ് ചെയ്തതിന് ശേഷം ഈ ഒരു ലോഷൻ യൂസ് ചെയ്യാൻ ഞാൻ പറയത്തില്ല. അല്ലാതെ ദിവസങ്ങളിൽ ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ ഗ്രാജുവലി നല്ല റിസൾട്ട് വരും. ലൈക്ക് ബംസ് ഒക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും. സോ നെക്സ്റ്റ് പ്രോഡക്റ്റും വിഷ് കെയറിൻ്റെ തന്നെയാണ്. ഇത് അവരുടെ സൺസ്ക്രീൻ ആണ്, സൺസ്ക്രീൻ ബോഡി ലോഷൻ. ഇത് നല്ലൊരു സൺസ്ക്രീൻ ആണ്. ഇതും എൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. കുറച്ച് എമൗണ്ട് മാത്രം യൂസ് ചെയ്താൽ മതി. ഇത് പുറത്തൊക്കെ പോകുമ്പോഴാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത്. നല്ലൊരു സൺസ്ക്രീൻ ആണ്, സൺസ്ക്രീൻ ബോഡി ലോഷനാണ്. പുറത്ത് പോകുമ്പോൾ എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്യുക, ടാൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. നല്ല പ്രൊട്ടക്ഷൻ തരുന്നൊരു മാർക്കറ്റിലുള്ളൊരു സൺസ്ക്രീൻസിൽ ബെസ്റ്റ് ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ ആയിരിക്കും ഈ വിഷ് കെയറിൻ്റെ ബോഡി ലോഷൻ. ഇനി ഞാൻ ഇതിപ്പം എത്രാമത്തെ ബോട്ടിലാണെന്ന് എനിക്ക് അറിയത്തില്ല. കുറേ അധികം ബോട്ടിൽസ് ഞാൻ യൂസ് ചെയ്തു. കെമിസ്റ്റ് അറ്റ് പ്ലേയുടെ അണ്ടർ ആം റോൾ ഓൺ ആണ്, വിത്ത് 5% HA അക്വ ഫ്രേഗ്രൻസ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു അണ്ടർ ആം റോൾ ഓൺ ആണ്. ഞാൻ യൂസ് ചെയ്തതിൽ വൺ ഓഫ് ദി ബെസ്റ്റസ്റ്റ് എന്ന് എനിക്ക് പറയാം. കാര്യം ഇവർ പറഞ്ഞ പോലെ തന്നെ എക്സ്ഫോളിയേറ്റിംഗ് ആണ്. അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ ഒരു പരിധി വരെ ഇത് റെഡ്യൂസ് ചെയ്യുന്നത് എനിക്ക് സഹായിച്ചിട്ടുണ്ട് ഒത്തിരി. നല്ല ഫ്രേഗ്രൻസുമാണ്, നല്ല ഫ്രേഗ്രൻസ് ആണ്. ഇതും ഞാൻ പറഞ്ഞ പോലെ എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബ്, വിച്ച് മീൻസ് 5% HA ഉള്ളത് കൊണ്ട് ഷേവ് ഒക്കെ ചെയ്ത് അണ്ടർ ആംസ് ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യരുത്. അപ്പം എന്തെങ്കിലും മോയ്സ്ചറൈസിങ് ലോഷൻ അല്ലെങ്കിൽ അലോവേര ജെല്ലൊക്കെ വേണം യൂസ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ഇതൊരിക്കലും ഇതെന്നല്ല, ഒരു എന്താ പറയുക, റോൾ ഓൺസും യൂസ് ചെയ്യാൻ പാടില്ല. അത് വീണ്ടും ഇറിറ്റേറ്റഡ് ആക്കുള്ളൂ, എസ്പെഷ്യലി അണ്ടർ ആംസിലൊക്കെ ആണെങ്കിൽ. സോ അല്ലാത്ത ദിവസങ്ങളൊക്കെ യൂസ് ചെയ്യാം. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഫക്റ്റീവായിട്ടും തോന്നിയൊരു അണ്ടർ ആം റോൾ ഓൺ ആണ് ഇത്. എനിക്ക് അറിയത്തില്ല ഇത് എത്രാമത്തെ ബോട്ടിലാണെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഒത്തിരി മേടിച്ചിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ട എഫക്റ്റീവായിട്ടുള്ളൊരു റോൾ ഓൺ ആണ്. അങ്ങനെ സ്വെറ്റ് കൺട്രോളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷേ പിഗ്മെൻറ്റേഷനും ഓർഡറിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു അണ്ടർ ആം റോൾ ഓൺ ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. സോ നെക്സ്റ്റ് ഒരു ബോഡി കെയർ പ്രൊഡക്റ്റാണ് ബി ബോഡി വൈസിൻ്റെ 20% യൂറിയ ഫുഡ് റോൾ ഓൺ. ഇത് അടിപൊളി ഒരു പ്രൊഡക്റ്റാണ്. ഇതെൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. നമുക്കറിയാം എൻ്റെ പറയുകയാണെങ്കിൽ എൻ്റെ ഫീറ്റ് ആൻഡ് ഹാൻഡ് നല്ല ഡ്രൈ സ്കിന്നാണ്. അപ്പം ക്രാക്സ് പോലെ ഇങ്ങനെ വരാറുണ്ട്. പക്കാ ക്രാക്സ് അല്ല, പക്ഷെ ആ ഒരു റിങ്കിൾസ് പോലെ ഇങ്ങനെ വരാറുണ്ട്. അതുപോലെ ഭയങ്കര ഡ്രൈ ആവും ഹീലൊക്കെ. ആ സമയത്ത് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു ഫുഡ് റോളാണ്. ഹോളി ഗ്രെയിൽ പ്രൊഡക്റ്റ് എന്ന് പറയത്തില്ലേ, അതുപോലെ ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു ഫുഡ് റോൾ. ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്ത് പിന്നെ ഒരു സോക്സും കൂടെ ഇട്ട് കഴിയുകയാണെങ്കിൽ പിറ്റേ ദിവസം നമ്മുടെ ഫീറ്റ് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. പക്ഷേ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഡെയിലി അല്ലെങ്കിൽ പോലും വീക്ക്ലി അറ്റ്ലീസ്റ്റ് ട്രൈസ് എങ്കിലും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് ഇച്ചിരി മടിയാണ്. യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും, പക്ഷേ യൂസ് ചെയ്തില്ലെങ്കിൽ യൂസ് ചെയ്യത്തില്ല. അങ്ങനെ ഒരു ഇതാണ്, ഇടയ്ക്ക് മടി വരും. ഒത്തിരി പേര് ഇതിനെപ്പറ്റി റിവ്യൂ ഇട്ടിട്ടുണ്ട്, നല്ല പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞു. ശരി, ഇത് വളരെ നല്ല പ്രൊഡക്റ്റാണ്. കാര്യം ഇതിൽ 20% യൂറിയ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഡ്രൈ സ്കിന്നിനെയൊക്കെ വളരെ സോഫ്റ്റ് ആക്കാൻ സഹായിക്കുന്നതാണ്. ഓക്കെ, വെരി നൈസ് പ്രൊഡക്റ്റ്. ആക്ച്വലി പിന്നെ എനിക്ക് പറയാൻ 2-3 പ്രൊഡക്ട്സ് ഉണ്ട്. അത് പക്ഷേ ബോഡി കെയറിലും ഹെയർ കെയറിലും വരുന്ന റേഞ്ച് അല്ല. മേ ബി ഇറ്റ്സ് സ്കിൻ കെയർ പ്രൊഡക്റ്റ് അന്ന് ഞാൻ പറയാൻ മറന്നുപോയതാണ്, ഓർത്തില്ല. സോ ഇത് ഗാർണിയറിൻ്റെ മൈസെല്ല വാട്ടറാണ്. ഞാനിതിപ്പം ഒത്തിരി റീപർച്ചേസ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പം നൈക്കയിൽ ഇപ്പം വേഗം ആവശ്യമാണെങ്കിൽ നൈക്കയിൽ മേടിച്ചിട്ട് സാധാരണ നമ്മുടെ കുഞ്ഞു ഷോപ്പിലൊക്കെ കാണുമല്ലോ, അപ്പോഴാണെങ്കിലും മേടിക്കും. ഇത് മറ്റേ ഓയിലുള്ളതാണ്, വാട്ടർ ഇൻ ഓയിൽ, ഓൾ ഇൻ വൺ ഓയിലും കൂടെ ഉള്ള ഒരു മൈസെല്ല വാട്ടറാണിത്. ഇങ്ങനെ ഷേക്ക് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാൻ. അടുത്തതായിട്ട് റീപർച്ചേസ് ചെയ്തത് ഡീകൺസ്ട്രക്റ്റിൻ്റെ സൂത്തിങ് ക്ലെൻസിങ് ബാമാണ്, മേക്കപ്പ് റിമൂവർ. ഇത് അടിപൊളിയാണ്. പക്ഷേ ഈ ഒരു ബോട്ടിൽ മേടിക്കുന്നതിന് മുന്നേ വരെ ഞാൻ മേടിച്ച ബോട്ടിലിൽ എനിക്ക് ആകെ ഒരു ഡീമെറിറ്റ് പറയാനുള്ളത്,
ഇത് കണ്ണ് ഭയങ്കരമായിട്ടും സ്റ്റിങ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. കണ്ണിൽ നമ്മുടെ ഐലൈനറും അല്ലെങ്കിൽ ഐ ഷാഡോ ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം റിമൂവ് ചെയ്യുവാണെങ്കിൽ ഭയങ്കരമായിട്ടും കണ്ണിനകത്തും പേരിക്കുന്ന പോലെ. പക്ഷേ ഈ ഒരു ബോട്ടിൽ ഞാൻ ഈ കഴിഞ്ഞ സമ്മർ സെയിലിന് മേടിച്ചാണ്. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. നന്നായിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്യും. അതുപോലെ തന്നെ മേക്കപ്പ് നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്തതിന് ശേഷം ഇമൽസിഫൈ ചെയ്യണം വെള്ളവുമായിട്ട്. അതെനിക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ തന്നെ. ഇതും എൻ്റെ ഫിഫ്ത്ത് ബോട്ടിലായിരിക്കും. ഇറ്റ്സ് എ നൈസ് മേക്കപ്പ് റിമൂവർ, ഐ മീൻ ക്ലെൻസിങ് ബാം. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഈ ഒരു SPF ലിപ് ബാം, വിഷ് കെയറിൻ്റെ സെറാമൈഡ് ലിപ് ബാം ടിൻറ്റഡ് SPF 50 PA+++. ഇത് നല്ലൊരു ലിപ് ബാമാണ്. ഇതും എനിക്കറിയത്തില്ല ഞാൻ എത്രാമത്തെയാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത്, ഐ മീൻ എത്രാമത്തെ ട്യൂബാണെന്നുള്ളത്. നല്ല ലിപ് ബാമാണ്, SPF ആണ്. നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും, പിഗ്മെൻറ്റേഷൻ വരാതിരിക്കാനും. ലിപ്സ്റ്റിക് ഇടുന്നതിലല്ലാതെ മോർണിംഗ് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ തന്നെ ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്യുക, പിഗ്മെൻറ്റേഷൻ വരാതിരിക്കാനും ഉള്ള പിഗ്മെൻറ്റേഷൻ കുറച്ചെങ്കിലും റെഡ്യൂസ് ചെയ്യാൻ, വളരെ വേഗം എന്നല്ല, ഗ്രാജുവലി റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ലിപ് ബാമാണ് ഇത്. സോ ഇത്രയുമൊക്കെ ഉള്ളൂ എൻ്റെ ബോഡി കെയർ ആൻഡ് ഹെയർ കെയർ പ്രോഡക്ട്സ്. കുറച്ച് സ്കിൻ കെയറും കൂടെ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ആഡ് ചെയ്യേണ്ടായിരുന്നു, പക്ഷെ മറന്നു പോയതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ആഡ് ചെയ്തത്. ഇത്രയുമേ ഉള്ളൂ. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ആരും മറക്കണ്ട, നമ്മുടെ സ്മോൾ ബിസിനസ്സും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലുണ്ട്, ഫോളോ ചെയ്യാൻ മറക്കില്ലേ. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ, യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മുഴുവൻ വീഡിയോയും കാണുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ ഓൺ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.